is for some. Wanna guess about you, 'cause all you say is just a lie. எல்லாரும் சனாட యూట్యూబ్లో సబ్స్క్రైబ్ పండింగో బెల్ ఐకాన్ అందరూ సబ్స్క్రైబ్ చేసుకోండి. What are we doing right now? Making money. என்ன புடிச்சுக்க ഹലോ വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഓഫ് വേഗസ് വ്ളോഗ്. എൻ്റെ വോയിസ് ഒക്കെ ലൈറ്റായിട്ട് പോയി കിടക്കാണ്, സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞങ്ങളിപ്പോൾ ഉള്ളത് വേഗസിലെ ഒരു കസീനോയിലാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു കസീനോയിൽ പോയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കിട്ടോ ജയിക്കോ തോൽക്കോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോരോ കസീനോ ഇവിടെ ഓരോരോ ഡിഫറെൻ്റ് തീമിലാണുള്ളത്. ഇന്നിവിടെ നല്ല ലൈറ്റ്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല പോർഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇവിടുന്ന് കോയിൻസ് തരും. നമ്മൾ പൈസ കൊടുക്കണം, അപ്പോൾ അവർ കോയിൻസ് തരും. ആ കോയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഗെയിംസ് കളിക്കേണ്ടത്. ഇവിടെ ബിഗിനേഴ്സ് ലെക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് കസീനോയിൽ പോയിട്ട് ഗെയിം കളിക്കുന്നതെങ്കിൽ നമ്മൾ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ എൻ്റെ കാര്യത്തിലും അത് സത്യമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ക്യാമറ ഒന്നും അവിടെ അലൗഡ് അല്ല. ഞാൻ കളിക്കുന്ന വീഡിയോ ഒന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നേരത്തെ കിടന്നുറങ്ങണം, എന്നാലേ നാളെ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു 2 hours ഡ്രൈവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ഥലമായിരിക്കും കേട്ടോ ഇത് ആൻറ്റലോപ്പ് കാനിയോൺ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഈ വിൻഡോസിൻ്റെ വാൾപേപ്പറിലും ഫോണിൻ്റെ വാൾപേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു പിക്ചേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമേഷൻസ് ആൻഡ് നല്ല നല്ല ലാൻഡ്സ്കേപ്സ് ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഈ ആൻറ്റലോപ്പ് കാനിയോണിലേക്ക് കൊണ്ടുപോകുന്ന മിനി ബസ്സിലാണ് കേട്ടോ നമ്മൾ പോവേണ്ടത്. നമ്മുടെ കാറൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു വെഹിക്കിളിലാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അറിയാത്ത ആൾക്കാരും ഈ ഒരു ബസ്സിൽ കേട്ടോ. ഈ ഗ്രാൻഡ് കാനിയോണിന് 2 സൈഡ് ഉണ്ട്, ഒന്ന് അപ്പർ ആൻഡ് ലോവർ. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പർ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ലോവർ ഇനിയും കൂടുതൽ ബ്യൂട്ടിഫുൾ ആണെന്നാണ് കേട്ടത്. സോ 2 സ്ഥലത്തും 2 ഗൈഡാണ് നമുക്ക് ഉണ്ടാവുക. സോ ഇവിടെയുള്ള ഗൈഡാണ് നമ്മളെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തന്ന് എങ്ങനെയാണിത് ഫോം ചെയ്തത് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞുതരും. മാത്രമല്ല അവർ നമ്മൾക്ക് പിക്ചേഴ്സൊക്കെ എടുത്തു തരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെടുത്ത് വീഡിയോ ഒന്നും എടുക്കരുതെന്ന് ആദ്യമേ അവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. Friends, we woke up at 4 o'clock for this. பார்த்துக்கலாம் பாருங்க. What's it in Malayalam? Chudandi. നോക്കൂ. കുട്ടേട്ടാ ലൂസ് അടിക്കേ. Okay, so இப்போ நம்ம இது வந்து அப்பர் ஆன்டலோப் கேனியன். how you கொஞ்சம் small hike. இது முடிஞ்சு இனிமே கொஞ்சம் hike. everyone's going back. ஆமா போய் உசுரோட வந்துட்டோம். எப்படி இருந்துச்சு தர்ஷன்? how did you? வேற லெவல்ல இருந்துச்சு. அதுவும் அந்த ஆர்ட் ஷேப்ல வந்து ஒரு ஸ்டோன் அந்த ஷேட் வந்து it was so good. Okay, Kailas, what do you think? Good. See, short and simple. Dan, what about you? Yes sir, very beautiful. Deepana, அதோட இதே மாதிரி இல்ல. woke up at 4:30. very much worth it. நல்லா இருக்கு. சூப்பர் ఉంది. Okay, സൂപ്പർ ఉంది. now we are going to hike back and then എത്ര മണിക്കൂർ ഉണ്ട് ഹൈക്ക് എന്നറിയോ? just 10-15 minutes. ഇതെടുത്തു സൂപ്പർ ഉണ്ട്.
எக்ஸ்பீரியன்ஸ் வைக்கிறோம். Yeah, பிரதீஷ் எப்படி இருந்துச்சு? கேனியன் எப்படி இருந்துச்சு? கேனியன் சூப்பரா இருந்துச்சு ப்ரோ. நிர்மல் நீ என்ன ஏதாவது சொல்ல, எப்படி இருந்துச்சு? நல்லாதான் ப்ரோ இருந்துச்சு. இது உலகம் என்ன சொன்னீங்க? இந்த உலகத்துக்கு ஏதாச்சும் சொல்ல அறியான்னு கேட்டேன். எப்ப அடுத்த சோறு போடுவீங்க நாங்க கேப்போம். ஒரு நிமிஷம் விழுந்துறாதீங்கடா, அத கடைசில இருக்கு. நான் தான் சட்னியா பாம்பு இருக்குமா? பாம்பு மറ്റേ பாம்பு. பாம்பு இந்த ஸ்னேக் இருக்கும். இந்த உள்ள ஆடுஜி சாண்ட் அதான் எப்படியா தோடுவது? അല്ലേ സരമോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. ആ ഒരു കോൺട്രാസ്റ്റ് കളർ ഇല്ല, ഒരു സ്കൈ അതോടെ കാണുന്നതും ആ ഒരു വേവി കൈൻഡ് ഓഫ് ഫീൽ. അടിപൊളിയായിരുന്നു. Okay. Alright guys, so we're going to take the hike back and then have some lunch and then we have a couple of spots in mind. ണ്ടല്ലേ വെള്ളം സത്യം. ദാഹിക്കുന്നുണ്ട്. So അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി സാപ്പാട് ഖാന. ரைட் சைடு இருக்கிற குச்சி டக்குன்னு பார்க்க ஒரு அந்த ஆங்கிள் இருந்து பார்க்க இது மாதிரி இருக்கும். ஆமா 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 ஏதோ இந்த ஸ்கல் ഇത് മാതിരി മണ്ടയോട് അല്ല ഒരു ജന്തുവിന്റെ സ്കെൽട്ടൺ മാതിരി. ആ ക്യാനിയനിലായിരുന്നു ഞങ്ങൾ ഫുള്ള് പോയിരുന്നത്. Now this is the way back, heading for some food. പക്ഷെ ഇതാണ്. അപ്പം സന പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സ്നേക്ക് ഒക്കെ ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് ടു കോൾഡ് ഫോർ സ്നേക്സ് നൗ. സോ ബട്ട് യാ ഒബ്വിയസ്ലി എല്ലാവരും വന്നിട്ടുള്ളത് നമ്മള് ഒരു ഹൈക്കിങ്ങിനാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എഗെയിൻ നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഒരു എന്താണ് ഇതിന് പറയാ, ഷട്ടിൽ സർവീസ് ആണോ എന്താണ് ഇതിന് പറയാ? ബേസിക്കലി ഇവിടെ വന്നിട്ട് കാരിയൻ ടൂറിസ്റ്റ് വന്നിട്ട് 19 probably close to 85 or sometimes ago ഇവിടെ വന്നിട്ട് ക്യാനിയനിലൊക്കെ ആൾക്കാർ എപ്പോഴും വരുമായിരുന്നു, ലൈക്ക് ഹൈക്കേഴ്സ് എല്ലാവരും അങ്ങനെ. ബട്ട് ഇവിടെ വന്നിട്ട് ഫ്ലാഷ് ഫ്ലഡ് പ്രോൺ ആണ്, കാരണം ഇവിടുത്തെ സ്ലാൻഡ് ആയിട്ടിരിക്കുന്നത് മഴ വീഴുമ്പോഴത്തേക്ക് വെള്ളം നല്ലോണം അടിച്ചിപ്പോൾ നമ്മൾ പോയ ക്യാനിയനിലോട്ട് കയറും. സോ അതിലൊരു 11 people died and then 1 person survived. അപ്പോൾ അതിനൊരു ഡോക്യുമെൻ്ററി തന്നെ ഉണ്ട്. പുള്ളിക്കാരി ഞങ്ങളെ ഗൈഡാണ് പറഞ്ഞത്. സോ അതിനുശേഷം they took the initiative that this should be only a guided tour so that ഇങ്ങനെ എസ്കേപ്പ് ആവാൻ these guys will help us out. So അതാണ് അതിൻ്റെ ഇൻറ്റൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടോന്നറിയില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഇല്ല ഓക്കെ. അപ്പോൾ അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. നല്ല തണുപ്പുണ്ട്, ജാക്കറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വെയിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അടുത്ത സ്പോട്ടിൽ കാണാം. Some lettuce. നമ്മുടെ ആരിസോണയിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. അതെ, ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ഹോർഷൂ ബെൻഡ് അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു. നല്ലൊരു ഓവർലുക്കാണ്. അതെ, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ടിക്കറ്റ് എടുക്കണോ ഇങ്ങോട്ട് വരാൻ? അല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. ജസ്റ്റ് എൻട്രി പാർക്ക് എൻട്രി ഫീസ് ഉണ്ട്. അതെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഷുഡ് ബി ഗുഡ് ദോ. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ബാക്കിൽ വരുന്നുണ്ട്. കുറേ പേര് ഫ്രണ്ടിൽ പോയി സ്പ്ലിറ്റ് ആയിട്ട്. ടയേർഡ്, എല്ലാവരും ഭയങ്കര ചൂടായോണ്ടേ ആ ഒരു എല്ലാവരും ചത്ത്. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് എല്ലാവരും നല്ല ടയർഡായി. ഞാൻ വ്യൂ പോയിന്റ് എത്തിയിട്ട് കാണാം. വ്യൂ പോയിന്റ് ഒരു മോണ്ടാജ് ആയിട്ട് ഇടാം. അതെ, The fish, sturgeon, caviar, big guys. So they're like as big as you, but they're down there. So it's like a bird's eye view. So Twin Falls, Idaho is just as pretty as this. It's about the same height, not as pretty as this. But you can walk down a path all the way around. You can walk down the waterfall. If you get a chance, go see it.
Lake Tahoe. ലാസ് വേഗസ് കംപ്ലീറ്റ് ഒരു സിറ്റി വൈബ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു ഡെസേർട്ട് പോലെയാണ് കേട്ടോ. അപ്പോൾ 2 ഡിഫറെൻറ്റ് സ്ഥലത്ത് തന്നെ പോയ പോലെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ലാസ് വേഗസിൽ നിന്ന് വെറും 2 hours ഡ്രൈവേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പം ഇനി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ലാസ് വേഗസിൽ പോകാനെങ്കിൽ ഈ ഒരു സ്ഥലം കൂടെ നിങ്ങളുടെ ഐറ്റിനറിയിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ തന്നെ സൺസെറ്റ് ആയിരുന്നു. ഞങ്ങളൊരു ഡിഫറെൻറ്റ് വേൾഡിലുള്ള പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ ഇത്. വീഡിയോ ഒന്നും ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യില്ല. പിന്നെ ഇതാണ് നമ്മളുടെ ലാസ് വേഗസിൻ്റെ ഒരു ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ലാസ് വേഗസ് പോകുന്ന ആൾക്കാരുടെ പിക്ചേഴ്സൊക്കെ കണ്ടാൽ ഇതിൽ മുന്നിൽ വന്നിട്ട് എല്ലാവരും പിക്ചർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഐക്കോണിക് ഒരു സ്പോട്ടാണത്. അതുപോലെ തന്നെ പോകുന്ന വഴികളിലൊക്കെ തന്നെ നല്ല രസമാണ്. ഓരോരോ സ്ഥലം ഓരോരോ തീമിലാണുള്ളത്. നമുക്ക് പോകുമ്പോൾ വെനീസ്, ന്യൂയോർക്ക് അങ്ങനെയുള്ള ആ ഒരു സ്ട്രെച്ചിൽ പല ഡിഫറെൻറ്റ് പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ന്യൂയോർക്കിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നാലും നമ്മൾ ആ ഒരു നൈറ്റ് ലൈഫ് വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ ലൈറ്റ്സും ബിൽഡിങ്ങിൻ്റെ ഇത് കാണാനും ഒക്കെ ആയിട്ട് നൈറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേഗസിൻ്റെ ബ്യൂട്ടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. ഇതാണ് സ്ട്രാറ്റ്. ഇവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻ്റ് ആണ്. എൻ്റെ കഴിഞ്ഞ പാർട്ട് 1 വ്ളോഗിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ ഒരു സ്ഥലം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ കാണാം. காலை வணக்கங்கள் பரா. காலை வணக்கம், இனிய காலை வணக்கம். வணக்கம் சாமி. சாரி, இனிய மாலை வணக்கம். இட்ஸ் பீன் ஆஃப்டர்நூன். நம்ம இப்போ எங்கே போயிட்டு இருக்கோம் தீபக்கு? சீசர் பேலஸ். சீசர் பேலஸ். அப்போ என்ன பண்ண போகிறோம்னா தெரியல. ஏஜே ஷாப்பிங் பண்ண போகிறோம். ஷாப்பிங் பண்ண ஓகே. எல்லாத்துக்கும் கார்டு போடுவாரு ஸ்ப்ளிட் வைஸ்ல போடாம. எங்களோட கண்டென்ட் என்னன்னு பார்த்தீங்கன்னா இப்போதைக்கு வந்துட்டு நாங்கள் என்ன பண்ண போகிறோம்னா இப்போ என்னன்னா சேலஞ்ச் பண்ண போகிறோம். இந்த சேலஞ்சில் என்னன்னு பார்த்தீங்கன்னா சனா வந்துட்டு போய் எல்லாருமே தொடுவாங்க. என்னெல்லாம் தொடுறாங்களோ அது வந்து ஏஜே பே பண்ணணும். காலங்காத்தால உனக்கு குறவழி வரைக்கும் சோத்த போட்டு வண்டியில ஏத்திட்டு வந்ததுக்கு உன்னால என்ன பண்ண முடியுமோ அதை பண்ணிட்டேன். அது வந்து அது எந்த அளவுக்கு இன்னைக்கு கார்டு கிரெடிட் கார்டு தேக்க போகிறோங்கிறத இன்னைக்கு கண்டென்ட். சனா ஐ யூ எக்ஸைட்டட்? ஐ யூ ரெடி? வெரி மச் எக்ஸைட்டட். அது இல்லாம ஏஜே ப்ரோ வந்து எனக்கு வந்து நான் என்ன கேட்டாலும் வாங்கி தரேன்னு இருக்காரு. இன்னைக்கு காலையில சொன்னது நிறைய பேர் சாட்சி இருக்காங்க. ஓ நீ அப்படி வரியா? நீ ஒரு புடி. So basically the life lesson is keep dreaming until you get it. So ஓ அப்படியா ஏஜே? கார்டு என் கையில இருக்கு. ஐயோ கார்டு முதல்ல நான் அப்பாக்கு பாரு என்ன கேட்டாலும் வாங்கி தரேன்னு இருக்கான். கரெக்ட். யார நம்பர்னே தெரியல தாசண்ணா. ஏய் நல்லா இருக்கே. கப்பல் இல்ல? இது நல்லா இருக்குடா. அதெல்லாம் வரவே இல்ல. ஆமா. வேகஸ் வந்துட்டு இன்னைக்கு தான் एक्चुअली வேகஸ்ல இறங்கி இருக்கோம். இப்பதான் வேகஸ்ல இறங்கி இருக்கோம். இப்போ சுத்தி பார்க்கலாம் ப்ரோ. இது எப்படி இது ரிஃப்ளெக்ட் ஆகுது? ഓ ഈ സിറ്റി ഒരു അടിപൊളി വൈബുള്ള ഒരു സിറ്റിയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. Now we are heading to Venetian. ഇത് കുറച്ച് ഫേമസ് ആണ് ഇവിടെ. നല്ല രസമുള്ളൊരു എന്താ പറയാ ഒരു വെനീഷ്യൻ വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെയാണ് ലാസ് വേഗസിൽ വന്നാൽ കാണണം എന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. വെനീസ് കണക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു തീം കസിനോ. So we are heading inside. ഇതൊക്കെ ഒറിജിനൽ പേൾസ് ആണ്. അതെ. ഇങ്ങനത്തെ വാങ്ങും. So this will be more of a ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വേഗസിലെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുന്നതാണ്. Where are we going now, Sana? Sphere show ആണ്. ബക്കറ്റ് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി we are heading there now. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണെന്നാ കേട്ടത്.
കുറേ റീലിലും ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അടിപൊളിയായിരിക്കും. So yeah, let's see how this goes. Sphere experience. അതെ, ഞങ്ങളിപ്പോൾ സ്ഫിയറിലെത്തി. ഷോ കാണാൻ പോവാണ്. എക്സൈറ്റഡ്. Evolving, adapting, inventing. Life interconnected into communities. Intermeshed into systems. We turned off the lights. അങ്ങനെ 1 week ഫുൾ ഓഫ് മെമ്മറീസ് ആൻഡ് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു ലാസ് വേഗസ് വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. അടുത്ത ഇനി എന്തെങ്കിലും വ്ളോഗായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.